പിന്നെ ഞാൻ 10 റുപ്യ വാങ്ങിയ കണക്കെവിടെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബനിയം വാങ്ങി 2 റുപ്യക്ക് ചായ കുടിച്ചു. ടൗണിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവില്ലേ രാജി? ഈ മാസം പാലായിട്ട് സൂക്ഷിക്കാൻ തന്നത് എത്രയാണെന്നറിയോ? 400. തെറ്റ്. 600 തന്ന അപ്പൊ തന്നെ അതിന് 25 എടുത്തില്ലേ കള്ള. പിന്നെ 15ഉം 10ഉമായിട്ട് 60 പറ്റി. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഓ ശരിയാണ്, മറന്നോ? ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണിയായി നടക്കണതേ സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ, പറഞ്ഞേക്കാം. ഇപ്പൊ ഇത് മതി പോരെ? ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ ബാക്കി? നീ കണക്ക് വെക്കണുണ്ടല്ലോ, അത് മതി, എനിക്കറിയണ്ട. അറിയണം. നാട്ടിലെ സ്ഥലം വിറ്റ് 20,000 അങ്ങനെയുണ്ട്. അതിന്റെ മീതെ മാസം വീണത് 100-200 രൂപ. ഇങ്ങനെ പോയാലേ 40 എത്തി ലോറി എടുക്കുമ്പോഴേക്കും ബാലായിട്ട് തന്തപ്പടിയാവും. ഓ ശരിയാണ്, ഒറ്റ വഴിയേ ഉള്ളൂ കാര്യം എളുപ്പത്തിൽ നടക്കാൻ. ശ്രീധന തുക എന്താണെന്ന് നിശ്ചയിച്ച് അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറ അച്ഛനോട്. കല്യാണം വരെ കാക്കണമെന്നില്ല. എന്തേ? ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത് 4 പേര് ചോദിച്ചാ ഈർച്ചക്കാരനെന്ന് പറഞ്ഞ നാണക്കേടല്ലേ? മരുമകൻ ആരാ? അറിയില്ലേ? ആ ലോറിയും കരാറ് പണിയൊക്കെ ഉള്ള ബാലൻ. ആർക്കാ എന്റെ അന്തസ്? എന്നാലേ ഇത് ഇവിടെ ഇരിക്കട്ടെ. തരില്ല. എന്താ ഒരു 10 റുപ്യ ചോദിച്ചാ കിട്ടാൻ പ്രയാസാക്കണേട്ടാ. തരുന്നത് മുഴുവൻ വാങ്ങണ്ടേ? പിന്നെ എന്തിനാ എന്റെ സൂക്ഷിക്കാൻ തരണേ? അച്ഛന്റെ സ്വഭാവം ആ മോൾക്കും. ഇരുമ്പ് കുടിച്ച വെള്ള ഇവളുടെ കയ്യിൽപ്പെട്ട കാശ്. ബാല, ഒരാഴ്ചയോട് ചുമര് പൊന്തും. അഴുക്കോലിന് പറ്റിയ കഷ്ണങ്ങൾ മൂപ്പനോട് പറഞ്ഞോ? ഇരുമുള്ളിന്റെ പുറവട്ട് എടുക്കാന്നാ മൂപ്പൻ പറഞ്ഞ്. ആശേരി കുത്തുണ്ടാക്കുന്നുണ്ട്, അത് നിന്റെ തരാം. എന്തോ എന്നും ഈ ചായപ്പുഴയുടെ ചായപ്പിൽ കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന്. അതും ദുശലവാന്ന് ആ മകളുടെ കണക്ക് ബാല. ഇപ്പൊ എന്താ നമ്മൾ ഇവിടെ താമസിക്കണില്ലേ? ഇത് മതിയോ? ഒരറ വേണ്ടടി. ഇവിടെ ഒരു മുക്കില് കിടന്നോളോ കല്യാണം കഴിഞ്ഞ നീ നിന്റെ ആളും? ചോദിച്ചു നോക്ക്. ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ? മിണ്ടി പറഞ്ഞിരിക്കാന്ന് വെച്ചാ എന്താന്ന് മനസ്സിലായ നിനക്ക്? തൊള്ളാരം പറയാണ്ട് പോണ്ടോ വേഗം? വീട് പണി കഴിഞ്ഞാലും ശ്രീധനം വകയില് ഒരു സംഖ്യ തരാൻ കാണില്ലേ അച്ഛന്റെ കയ്യിൽ? ചായക്ക് 60 കാശ്, ഊണിന് 1.25, അറക്കനുണ്ടല്ലോ ശരിക്ക്. സംഖ്യ കുറച്ച് കാണണമല്ലോ അപ്പൊ. ഉണ്ടാവും. അതെ, ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും. വെള്ളി ഉറുപ്പ്യ ഒരെണ്ണം ആ വകയിൽ എന്റെ കുട്ടിക്ക് തൊടാൻ കിട്ടില്ല. നീ പോയി ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വെക്കേ. കോലവും പറമ്പത്ത് കാവടിക്ക് പോകുമ്പോ ഇടാം. വൃത്തിയും വെടുപ്പമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം. കാട്ടുജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ. എന്താ പറഞ്ഞേ? കാട്ടുജാതിയോ? ഇനി പറയോ? ചിലപ്പോ. പറയോ? അങ്ങാച്ചോണ. സ്രാവ് തീർന്നോ? ഒരു കഷ്ണം എടുത്ത് വറക്കാറുന്നില്ലേ? കൂട്ടാനാ വെച്ചത്, ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു. ഇവൾ ഇപ്പോഴും അമ്മയുടെ അതേ ചിട്ടയിലാ. ഇറച്ചി മീനും ഒക്കെ ഉണ്ടാക്കും, പക്ഷെ കഴിക്കില്ല. ഈ രാഘവൻ എങ്ങോട്ടാണാവോ പോയത്? എന്തൊക്കെയോ ആലോചനകളുണ്ട് രാഘവന്, പക്ഷെ ഒന്നും തുറന്നു പറയില്ല. ബാലനിപ്പ എന്താ ഏർപ്പാട്? മരപ്പണിയായിരുന്നു കൂപ്പിൽ. ഇപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല. വീട്ടില് അങ്ങനെ ആരുമില്ല. 3 ഏട്ടന്മാരാണ്. അവരൊക്കെ ഓരോ പണിയായിട്ട് ഓരോ സ്ഥലത്താണ്. നാട്ടില് സ്ഥലമൊന്നുമില്ല. ഭാഗത്തിൽ 16 സെന്റ് ഉണ്ടായിരുന്നു, വിറ്റു മുൻപ്. എന്നിട്ട് ആ കാശ് കൊണ്ടൊന്നും ചെയ്തില്ലേ? അടവിനൊരു ലോറി എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. കഷ്ടിച്ചതിന് കാശുണ്ടാക്കി. എന്നിട്ട് അത് ആ കാശ് പോയോ? ഇതാ നിങ്ങൾ ചെറുപ്പക്കാരുടെ ദോഷം. അമിത ലാഭം കിട്ടും വെച്ചിട്ട് വല്ലതിനൊക്കെ ചാടി പുറപ്പെടും, അവസാനം ഒക്കെ കളയും. അങ്ങനെ പറ്റിയിട്ടുണ്ടാവും അല്ലേ? കാശ് എങ്ങനെ കളഞ്ഞു? അതിനും ഒരു സാമർഥ്യം വേണമല്ലോ. കാശ് കളഞ്ഞല്ല, കട്ടുപോയി. ആര്? എങ്ങനെ പോയി? എന്നിട്ട് പോലീസ് പറഞ്ഞ് കേസാക്കിയില്ലേ? പോയത് പോയി, വേറെന്താ പറയാൻ? രാഘവൻ അറിയോ ഇത്? അറിയും. അതെ, ഓരോരുത്തർക്കും ഓരോ അനർത്ഥം വന്നു പെടും. രാഘവന്റെ കഷ്ടകാലം മലവെള്ളം വന്നതായി. ഒക്കെ ദൈവത്തിന്റെ ഒരേ കളി.
വിളമ്പിക്കോ വിളമ്പിക്കോ. മലയിൽ വിശപ്പ് കൂടുതലാ. പണിക്കാര് തിന്നണത് കാണണം. അവർക്ക് വേറെ ഒന്നും വേണ്ട, ചോറ് മതി. ഒരു കുന്നു ചോറിട്ടാൽ സന്തോഷം. തോട്ട പൊട്ടി നമുക്ക് ഇറച്ചി കിട്ടിയിട്ട് കുറെ കാലായി ഇല്ലേ കൊച്ചോട്ടി? അത് കുറച്ച് കടുപ്പം തന്നെ അച്ഛാ. വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട് രാഘവേട്ടനോട്. എന്ത് കടുപ്പം? തോട്ട വയ്ക്കാൻ സമർത്ഥനാ രാഘവൻ. ഒന്നേണ്ടെണ്ണ ഇതിനകം കുടുങ്ങി. ഭക്ഷണമെന്ന് വിചാരിച്ച് പന്നി കടിക്കുമ്പോഴല്ലേ തോട്ട പൊട്ടി തലപൊളിഞ്ഞ് ചാവണ. ഒന്നിനെ ഞാൻ കണ്ടു. ആവൂ, ഒരേക്കർ തകർക്കാൻ ആ ഒന്ന് മതി. അപ്പോഴോ കൊല്ലാണ്ട് പറ്റുമോ? പാട്ട പൊട്ടിയ വരില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഓടിച്ച പോരെ, എന്തിനാ കൊല്ലണേ? കൊല്ലണ്ടതിനെ കൊല്ലണം. ദയവ് വിചാരിച്ച് വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കണ സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ ബാല, തെറ്റുണ്ടോ? കൊല്ലണം. ഇമ്മിന് കാലായല്ലേ ബൈക്ക്? ഇടയ്ക്ക് വരാറുണ്ട് ഈ വഴി. ഏതെങ്കിലും ലോറിക്കാർ കിടക്കണ്ടാവും. അതിനെന്താ, നിങ്ങക്ക് വിളിച്ചൂടെ? ഓ, ടിക്കറ്റെടുത്ത് ക്യൂ നിൽക്കാൻ നീ എന്താ വല്ല? നിങ്ങൾ വരുമ്പോഴൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കും. മലയിൽ എന്തെടുത്താ നിങ്ങക്ക് പണി? കരി. ഗാർഡുമാര് ചിലര് മണത്ത് നടക്കണ്ടെന്ന് അബു പറഞ്ഞു. അറിയാം. നീ കഴിച്ചോ കൊച്ചോട്ടി, എന്നിട്ട് മതി. ഉണക്കായിരിക്കണോ? ഇവളുടെ അമ്മ വാര്യത്തെ ആയിരുന്നു. വെള്ളിലക്കാവ് അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ ബാലൻ? അമ്പലത്തിനടുത്ത്. ഞാൻ അടുത്ത വീട്ടിലത്തെ ആയിരുന്നു. എന്റെ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു. അങ്ങനെ പറ്റി. കളിതമാശ പറഞ്ഞു അതങ്ങോട്ട് കാര്യമായിരുന്നു വെച്ചോളൂ. നാട്ടിൽ പുക്കാരത്താവാൻ അധികം വേണ്ടല്ലോ. അമ്മണിക്കുട്ടിയുടെ ദേഹത്തൊന്നും തൊട്ടിട്ടും കൂടിയില്ല. എന്നിട്ട് കൂളന്മാര് ഞങ്ങൾ നിന്ന് വർത്തമാനം പറയണ കണ്ടിട്ട് അമ്പലച്ചമരിൽ എഴുതി വെച്ചു, വാരസ്യാര് കുട്ടിക്ക് പാണെന്നാണുവിന്റെ നായ്ക്കള്. തല നിർത്തി നടക്കാൻ വയ്യാണ്ടായി ആ കുട്ടിക്ക്. ചങ്കും പൊങ്കും ഇല്ലാത്ത പ്രായമല്ലേ. രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ധൈര്യമുണ്ടോ അമ്മണിക്കുട്ടിന്ന് ചോദിച്ചു. ഉണ്ടെന്ന് 34. വല്ലാത്ത ധൈര്യമുള്ളൊരു പെങ്കടാവായിരുന്നു. അത് പറയാണ്ട് വയ്യ. വയറ് അറിഞ്ഞ ക്ഷീണാവറ്റയ്ക്ക് ഇരിപ്പ് തന്നെ. രണ്ടാളുടെ പണി ഇവളുടെ അമ്മ ഒറ്റയ്ക്ക് എടുത്തിരുന്നു. അവരാച്ചൻ അവള് പണിയെടുക്കണ കണ്ട് എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞാലും കേൾക്കട്ടെ. കഴിഞ്ഞുകൂടാൻ വഴിയായപ്പോഴും നിർത്തിയില്ല. ഒരു പെൺകുട്ടിയാണ്, അതിന് നാളേക്ക് എന്തെങ്കിലും വേണ്ടേ എന്നായി. പിന്നെ അവക്കൊന്നും വേണ്ട. മേലിടാൻ നല്ലതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. കൊല്ലത്തിൽ 3 പവന്റെ പണ്ടം വാങ്ങണം മോക്ക്. ഒന്ന് ചായണോ? വേണ്ട, ഞാനിരുന്നാ പണിക്കാർ കിടക്കും, പിന്നെ ഉറങ്ങാനും തുടങ്ങും. ഞാൻ നടക്കട്ടെ. അപ്പൊ രാഘവേട്ടൻ വന്നാ? വഴിക്ക് കാണാൻ നോക്കും. എനിക്ക് നാട്ടിലെത്തും വേണം. ഇന്ന് തന്നെ നാടെത്തണമെന്ന് വെച്ചാൽ വേണം. അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും. എന്നാലും വന്നിട്ട് കാണാണ്ട് പോണത്? പിന്നെ വരാം. സ്ഥലം മനസ്സിലായല്ലോ. വന്നില്ലെങ്കിലും കഷ്ടപ്പാടൊന്നും വരാതെ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് ഉള്ളിലെപ്പോഴും ഒരു വിചാരം ഉണ്ടാവും. നടക്കട്ടെ. മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. രാഘവന്റെ സ്വന്തം ആളാന്ന് അറിയാം. എന്നാലും ചോദിക്കുക, ആളെങ്ങനെയാ? തെറ്റൊന്നുമില്ലല്ലോ. ഏയ്, അന്യോന്യം ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാണ്ട് തന്നെ രാഘവനും അറിയും. ഗുരുവായൂർ നടക്കി വെച്ച് അതൊന്ന് അങ്ങോട്ട് വ്യവസ്ഥയാക്കിയാലോ എന്നാ വിചാരം. എന്താ തെറ്റുണ്ടോ? എന്താ ഒന്നും പറയാത്തേ? ഏയ്, ഒന്നുമില്ല. അവനും ഒറ്റാൻ തടി. ഏതോ ദൈവനിശ്ചയം കൊണ്ടാവും അവൻ വന്ന് പെട്ടത് അല്ലേ? ആ, ബാലൻ രാഘവനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അത് ഞാൻ ചോദിച്ചില്ല. ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ.